ഈ കാഴ്ചകൾ അറേബ്യയിലല്ല, ഇന്ത്യയിലാണ്. ഇന്ത്യൻ ബഹുസ്വരതയുടെ മാറ്റുകൂട്ടുന്ന പേരുകളിലൊന്നാണ് ഹൈദരാബാദിനോട് ചേർന്നുകിടക്കുന്ന ഈ പ്രദേശം. ബാർക്കസ്, ഒരു ഇന്ത്യൻ നഗരത്തിനകത്തെ അറബ് എൻക്ലേവ്. കുത്തുബ് ഷാഹി രാജാക്കന്മാരാൽ സ്ഥാപിതമായതാണ് ഹൈദരാബാദ് നഗരം. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ഹൈദരാബാദ് ആസഫ് ജാഹി ഭരണത്തിനു കീഴിൽ വന്നു. പ്രാദേശിക വാമൊഴി പ്രകാരം ഹൈദരാബാദ് നൈസാം ആർമിയിലെ യമനിൽ നിന്ന് വന്ന പട്ടാളക്കാരുടെ താമസ സ്ഥലമായിരുന്നു ബാർക്കസ്. ബാരക്സ് എന്ന ഇംഗ്ലീഷ് പദത്തിൽ നിന്നാണ് ബാർക്കസിൻ്റെ ഉത്ഭവം. 1903 നിസാം സൈന്യത്തിലെ കമാൻഡറായിരുന്ന അവധ് സ്വാലിഹ് അബില്ലൈൽ അൽ സലമിയാണ് ബാർക്കസ് എന്ന യമൻ അധിവാസ മേഖല സ്ഥാപിച്ചത്. ये बैरक्स चूँकि ये फौजी अड्डा था, यहाँ पर फौजियों को बुलाकर रखा गया था. तो इन फौजियों को यहाँ की हुकूमत, निज़ाम की हुकूमत जो थी, वो हुकूमत चाहती थी कि हम किस तरीके से यहाँ की हुकूमत के अंदर एक मजबूत और ताकतवर लोग आए. तो यमन से अरबों को बुलाया गया. तो वो लोग जो हद्रमौत से, यमन से और यहाँ पर जब आने लगे, तो यहाँ पर जब वो लोग रहने लगे तो आहिस्ता आहिस्ता बैरक्स का नाम जाके बारकस बना. तो वो लोग यहाँ पर रहने लगे. तो उलैती हजरात ज़्यादातर यहाँ पर आए थे. और फिर जब ये हुकूमतें ख़त्म होके हिंदुस्तान के अंदर जम हो गई, तो फिर उसके बाद में बारकस आज भी उसी चीज़ के साथ आपको दिखाई देगा. आपको जब कभी आप उन गलियों के अंदर जाएंगे बारकस की, तो आप ऐसे महसूस करेंगे जैसे आप यमन में या फिर हजरमौत के उन गलियों में, वो तमाम वहाँ के इलाकों में रह रहे हैं. ഹൈദരാബാദ് ഓൾഡ് സിറ്റിയിൽ നിന്നും ബാർക്കസിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ദക്ഷിണേന്ത്യൻ നഗരാന്തരീക്ഷം അറബ് സ്വാധീനത്തിന് വഴിമാറുന്നത് വ്യക്തമാകും. ബാർക്കസിന്റെ ഗന്ധവും കാഴ്ചയും രുചിയുമെല്ലാം തികച്ചും പരദേശീയമാണ്. കാലാന്തരങ്ങൾക്കിപ്പുറവും ഒരു യമൻ മിനിയേച്ചറായി ബാർക്കസ് തുടരുന്നു. As everyone knows, Barkas, 99% of people here are from Yemen, original from Arab. So all the culture here is completely derived from Arab people. Okay, you can see our attire, the dresses and the games and the food here, everything is coming from the culture of Yemen, from Arab. ബാർക്കസിലെ യമൻ പാരമ്പര്യത്തിന്റെ പിന്തുടർച്ചയുടെയും ആത്മീയ പ്രസരണത്തിന്റെയും കേന്ദ്രമാണ് ഇവിടുത്തെ ജുമാ മസ്ജിദ്. ഹൈദരാബാദിലെ ഭൂരിപക്ഷം മുസ്ലിംകളും ഹനഫി മദ്ഹബ് പിന്തുടരുമ്പോൾ ബാർക്കസുകാർ ഹലറമി പാരമ്പര്യപ്രകാരം ഷാഫിഈ മദ്ഹബ് പിന്തുടർന്ന് മതാനുഷ്ഠാനം നിർവഹിക്കുന്നവരാണ്. ആത്മീയ ഔന്നിത്യങ്ങൾ പരിപാലിക്കുന്നതിൽ ബാർക്കസുകാർ ബദ്ധശ്രദ്ധരാണ്, വിശേഷിച്ചും വിശുദ്ധ റമളാനിൽ. സജീവമാകുന്ന മസ്ജിദുകളും അവിടങ്ങളിൽ നടന്നുവരുന്ന വിശേഷപ്പെട്ട ഹൽക്കകളും ഒത്തുചേരലുകളും അധ്യാപനങ്ങളുമെല്ലാം നവ്യാനുഭൂതി പകരുന്നതാണ്. പ്രായഭേദമന്യേ ഇവിടുത്തുകാരെല്ലാം ഈ ആത്മീയ അനുഭൂതിയിൽ ലയിച്ചു ചേർന്നവരാണ്. ബാർക്കസുകാരുടെ ആത്മീയ പിൻബലങ്ങളിൽ ഒഴിച്ചുകൂടാനാകാത്തതാണ് ഇവിടുത്തെ സൂഫി ദർഗകൾ. അതിൽ പ്രധാനമാണ് ഹസ്രത്ത് ബാബ ഷറഫുദ്ദീൻ സുഹ്റവർദിയുടെ പഹാഡി ദർഗ ഷരീഫ്.
ചെറിയൊരു പ്രദേശമാണെങ്കിലും യഥേഷ്ടം പള്ളികളുണ്ട് ബാർക്കസിൽ. ബാർക്കസിന്റെ സംസ്കാര രൂപീകരണത്തിൽ വലിയൊരു പങ്ക് ഈ പള്ളികൾക്കുണ്ട്. വിവിധയിടങ്ങളിലായി മതഭൗതിക പഠനങ്ങൾക്കാവശ്യമായ മദ്രസ, സ്കൂൾ സംവിധാനങ്ങളും കാണാൻ സാധിക്കും. പരസ്പര ഐക്യവും വശ്യമായ പെരുമാറ്റവും ആതിഥേയത്വവുമെല്ലാം ബാർക്കസിലെ ജീവിതം മനോഹരമാക്കുന്നവയാണ്. ആവശ്യക്കാർക്ക് സഹായമെത്തിക്കുന്നതിനായി ജുമാ മസ്ജിദ് കേന്ദ്രീകരിച്ച് പ്രത്യേക സംവിധാനം തന്നെ ഇവിടെ നിലവിലുണ്ട്. സബീലുൽ ഖൈർ, ബൈത്തുൽ മാൽ എന്നീ പേരുകളിലായി അവ പ്രവർത്തിച്ചു വരുന്നു. നൂറുകണക്കിന് കുടുംബങ്ങൾക്കാണ് നിശ്ചിത ഇടവേളകളിൽ ഭക്ഷ്യക്കിറ്റുകളുടെയും മറ്റു അവശ്യ സാധനങ്ങളുടെയും വിതരണം നടക്കുന്നത്. 400 पैकेट देते हैं हम लोग, 1200 रुपए का पैकेट है ये जितने भी बगैर हस्बैंड के हैं ना लोग उसको देते, अदर्स वंस को देते, बहरहाल हम देखते. ഇൻഡോ അറബ് സംസ്കാരങ്ങളുടെ സമ്മിശ്ര പ്രകാശനം ബാർക്കസിലെ തെരുവ് കാഴ്ചകളിലും അവരുടെ സംസാര ഭാഷകളിലും പ്രകടമാണ്. ദഖനി ഉറുദു ആണ് പ്രാദേശിക സംസാര ഭാഷയെങ്കിലും മുതിർന്നവരിൽ പലരും അറബി, ഇംഗ്ലീഷ് ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്യുന്നവരാണ്. यहाँ पे हम लोग जो है ना माशाल्लाह चार किस्म के जो है ना यहाँ पे लुगात इस्तेमाल करते हैं. पहले ज़बान है यहाँ पे हम लोग जो इस्तेमाल करते हैं वहाँ हैदराबाद में बारकस में उर्दू है, उसके बाद अरबी है, फिर इंग्लिश है, फिर अतराफ जो बस्ती के है यहाँ पे इलाक़ों में यहाँ पे तेलुगु बोली जाती है. ഭക്ഷ്യവിഭവങ്ങളാണ് ബാർക്കസിലെ പ്രധാന കച്ചവടങ്ങളിലൊന്ന്. ഹൈദരാബാദി പ്രാദേശിക വിഭവങ്ങൾ മുതൽ വ്യത്യസ്ത തരം അറേബ്യൻ ഡിഷുകൾ വരെ ഇവിടെ ലഭ്യമാണ്. കഹ്വയും ഹരീസും ഹലീമും യമനി മന്തിയുമെല്ലാം ബാർക്കസിലെ അറേബ്യൻ രുചിവൈവിധ്യങ്ങളുടെ നേർചിത്രങ്ങളാണ്. വ്യത്യസ്ത ദേശങ്ങളിൽ നിന്നും നിരവധി ആളുകളാണ് രുചിയൂറുന്ന ഈ വിഭവങ്ങൾക്കായി ബാർക്കസിലെത്തുന്നത്. और उसमें खुसूसियत बारकस इलाके की है जहाँ पर बेहतरीन जो है गोश्त मिलता है और यहाँ से लोग जो है सारे लोग यहाँ से गोश्त ले जाते हैं. और ख़ास करके यहाँ पे जो हलीम और हरीस की जो भट्टियाँ हैं और यहाँ पे प्योर गोश्त के साथ जो है बनाया जाता है, इसलिए लोग यहाँ पर आके खाते हैं. रमज़ान स्पेशल हलीम है ये, जो है ना हर ये तकरीबन हम यहाँ 7 साल से 8 साल से चला रहे हैं. ये हलीम ही है अल्हम्दुलिल्लाह, पूरे बाहर के लोग आके खाते हैं हमारे पास हलीम. പ്രത്യേക പ്രിന്റുകളിലും നിറങ്ങളിലുമുള്ള ഔസാർ എന്നറിയപ്പെടുന്ന ലുങ്കിയും തലപ്പാവും അറേബ്യൻ മാതൃകയിലെ ചെരിപ്പുകളുമാണ് ബാർക്കസിലെ പരമ്പരാഗത വസ്ത്രധാരണ രീതി. ബാർക്കസിന്റെ അറേബ്യൻ സംസ്കൃതിയെ മനോഹരമാക്കുന്നതിൽ സവിശേഷമായ പങ്കുവഹിക്കുന്നത് വസ്ത്രാലങ്കാരത്തിലെ ഈ വ്യത്യസ്തതയാണ്. ये पूरा यमनी, जितना भी यमनी लोग है ना पूरा तैबन पहनेगा. सब ये लुंगी और तैबन पहनेगा सब बारकस में जितना भी है पूरा. लुंगी दोनों भी बहुत अच्छा है, बस अपना अपना मर्जी रहता है. कोई लुंगी पहनता है, कोई तैबन पहनता है. ये पूरा खुला रहेगा ऐसा, वो अलग रहेगा. अच्छे कॉटन है. हाँ कॉटन है, पूरा कॉटन. ये हैंडमेड भी आएगा इसमें, हैंडमेड भी रहेगा, वो कॉस्टली रहेगा, ज़्यादा कॉस्टली रहेगा. ये जो साथ जो पहने हुए ये भी तैबनी है, ये भी तैबनी है. क्वालिटी रहेगा अपना अपना अलग अलग. पूरा यमनी स्टाइल है, पूरा यमनी स्टाइल. हाँ हदरमौत से, पूरा हदरमौत से, सना से, हाँ पूरा जितना भी बारकस में पूरा लोग वहीं का है. വിവിധ ഇനം ഈത്തപ്പഴങ്ങൾ, അറബ് ആർക്കിടെക്ചർ മാതൃകകളിൽ പ്രിന്റ് ചെയ്ത കാർപ്പറ്റുകൾ, വീട്ടുപകരണങ്ങൾ ഇവയെല്ലാം അറേബ്യൻ കച്ചവട മാതൃകയെ സൂചിപ്പിക്കുന്നവയാണ്. ബാർക്കസിലെ സ്ഥലങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും പേരുകൾ പലതും അറബ് നഗരങ്ങളെ ഓർമ്മിപ്പിക്കുന്നവയാണ്. സലാലയാണ് സ്ഥലങ്ങളിലൊന്ന്. ദുബൈ മാൾ, മസ്കറ്റ്, കുവൈറ്റ് എന്നിവയെല്ലാം പല കച്ചവട സ്ഥാപനങ്ങളുടെയും പേരുകളിൽപ്പെട്ടവയാണ്. ഒരു പാതയ്ക്ക് ഇരുവശങ്ങളിലായി ചേർന്നാണ് വീടുകളുടെ നിർമ്മാണം.
എല്ലാ വീടുകൾക്കും ഉയർന്ന ചുറ്റുമതിലുകളും പ്രവേശന കവാടവുമുണ്ട്. മിക്ക വീടുകൾക്കു മുമ്പിലും ഗൃഹനാഥന്റെ പേരും വംശവും സൂചിപ്പിക്കുന്ന സൂചനാ ബോർഡുകളും കാണാം. രാത്രി കാഴ്ചകളാണ് ബാർക്കസിനെ ഏറെ മനോഹരമാക്കുന്നത്, വിശേഷിച്ചും നോമ്പുകാലത്ത്. കുട്ടികളും യുവാക്കളും മുതിർന്നവരുമെല്ലാം കൂട്ടമായി പള്ളികളിലെത്തുകയും രാത്രി നിസ്കാരങ്ങൾക്കും മറ്റു ആരാധനകൾക്കും ശേഷം തെരുവുകളിൽ സജീവമാവുകയും ചെയ്യുന്നു. വൈകുന്നേരങ്ങളിൽ ആരംഭിക്കുന്ന ആൾത്തിരക്ക് പുലർച്ചെ അത്താഴ സമയം വരെ നീണ്ടുനിൽക്കുന്നു. സമയം പുലർച്ചെ 3 മണി. ഒരു നാടൊന്നാകെ ഉണർന്നിരിക്കുകയാണ്. ഇന്നു മാത്രമല്ല, നോമ്പുകാലത്തെ 30 ദിവസവും. കളിച്ചും കുസൃതി കാട്ടിയും ഓടിച്ചാടി നടക്കുന്ന കുട്ടികൾ, വിവിധങ്ങളായ വ്യവഹാരങ്ങളിൽ ഏർപ്പെടുന്ന കൗമാരക്കാരും യുവാക്കളും, കൂടിയിരുന്ന് കഹുവ നുണഞ്ഞ് അറേബ്യൻ ഓർമ്മകൾ അയവിറക്കുന്ന പ്രായം ചെന്നവർ, അങ്ങനെ തുടങ്ങി പ്രായഭേദമന്യേ ബാർക്കസിൻ്റെ തെരുവുകളിലാണ് ഇവിടുത്തെ ഭൂരിഭാഗം മനുഷ്യരും നേരം പുലരുവോളം കഴിച്ചുകൂട്ടുന്നത്. കേവലാസ്വാദനങ്ങൾക്കോ വാണിജ്യ താൽപ്പര്യങ്ങൾക്കോ അപ്പുറം തനിമയാർന്ന തങ്ങളുടെ സംസ്കാരത്തെ ഊട്ടിയുറപ്പിക്കുകയാണ് ബാർക്കസിലെ നൈറ്റ് ലൈഫുകൾ. ആത്മീയത നിറഞ്ഞു നിൽക്കുന്ന ഈ അന്തരീക്ഷവും ഇവിടുത്തുകാരുടെ വശ്യമായ പെരുമാറ്റവും സ്നേഹത്തിൽ പൊതിഞ്ഞു തരുന്ന വിഭവങ്ങളുമെല്ലാം ഈ കൊച്ചു അറേബ്യൻ നഗരത്തിലെത്തുന്ന സന്ദർശകരുടെ ഹൃദയം നിറയ്ക്കുമെന്നത് തീർച്ചയാണ്.